നമസ്കാരം. പ്രധാന വാർത്തകൾ. പുതിയ ലേബർ കോഡ് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നും ഇത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞത് കേരളമാണെന്നും MA ബേബി. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം നടത്താൻ കഴിഞ്ഞതായും ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും CPIM അഖിലേന്ത്യാ സെക്രട്ടറി. വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടതെന്നും വനിതാ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും വനിതാ പാർട്ടി പ്രസിഡന്റിനെ കുറിച്ചും ചർച്ച ചെയ്യണമെന്നും ഇങ്ങനെയാണ് സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതെന്നും MA ബേബി. 10 വർഷം കൊണ്ട് സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിൽ അരാജകത്വവും തൊഴിൽ സ്തംഭനവും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കിയ ഇടതുപക്ഷ സർക്കാരിനെതിരെ തൊഴിലാളി സമൂഹം വിധിയെഴുതുമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം. 1957 EMS മന്ത്രിസഭ മുതൽ 2016 ഒന്നാം പിണറായി സർക്കാർ വരെയുള്ള 59 വർഷത്തെ ഭരണകാലയളവിൽ സംസ്ഥാനത്തിന്റെ പൊതു കടം 1.5 ലക്ഷം കോടിയിൽ നിന്ന് 5 കോടിയായി വർദ്ധിച്ചെന്നും തെന്നിലാപുരം. PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെയും നോക്കുകുത്തിയാക്കി പാർട്ടിക്കാരെ പിൻവാതിലൂടെ നിയമനങ്ങൾ നടത്തി തൊഴിൽ രഹിതരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും BMS ജില്ലാ പ്രസിഡന്റ്. ഇടത് സർക്കാരിന് കീഴിൽ SC/ST വിഭാഗങ്ങൾക്ക് ലഭിച്ചത് അവഗണനയും വഞ്ചനയും മാത്രമാണെന്ന് അംബേദ്കർ റൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനകത്ത് SC/ST ഫണ്ട് 7411 കോടി പാഴാക്കിയ സർക്കാരാണ് കേരളം ഭരിച്ചതെന്നും തിരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്നും ADF ജനറൽ കൺവീനർ M ഗീതാനന്ദൻ. വികസന പദ്ധതികൾ കാണിച്ച് തുടർഭരണം അവകാശപ്പെടുന്ന LDF അടിസ്ഥാന വിഭാഗങ്ങളെ തീർത്തും അവഗണിച്ച വർഷങ്ങളാണ് കടന്നുപോയതെന്നും അംബേദ്കർ റൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രചരണത്തെ തടഞ്ഞതിൽ ഇലക്ഷൻ കമ്മീഷനും BJP ദേശീയ നേതൃത്വവും മറുപടി പറയണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥിയെ തടഞ്ഞത് ജനം ചർച്ച ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നും KC വേണുഗോപാൽ. UDF അധികാരത്തിൽ വന്നാൽ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നും കർഷക രക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും വേണുഗോപാൽ. തൃശൂർ വടക്കാഞ്ചേരി ഒന്നാംകല്ല് ഉദയനഗറിൽ മുള്ളൻ പന്നിയെ കൊന്ന് ഇറച്ചിയാക്കാൻ ശ്രമിച്ച 3 പേരെ ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുമരനെല്ലൂർ സ്വദേശികളായ 3 പേരാണ് ഫോറസ്റ്റ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതികൾ കുടുങ്ങിയത് വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന്. വാർത്തകൾ വിശദമായി. പുതിയ ലേബർ കോഡ് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് MA ബേബി. ഇത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞത് കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം നടത്താൻ കഴിഞ്ഞതായും ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും MA ബേബി പറഞ്ഞു. വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടതെന്നും വനിതാ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും വനിതാ പാർട്ടി പ്രസിഡന്റിനെ കുറിച്ചും ചർച്ചകൾ നടക്കണമെന്നും ഇങ്ങനെയാണ് സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതെന്നും MA ബേബി തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ ലേബർ കോഡ് പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള നടപടിയാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷത്തിനെതിരായ ആക്രമണം മോദി സർക്കാർ തുടരുകയാണ്. കേരളത്തിലെ സമസ്ത മേഖലയിലും ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ വികസനം നടപ്പാക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഇടതുപക്ഷമല്ലാതെ RSSന് എതിരെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം രാജ്യത്തുണ്ടോ എന്നും MA ബേബി ചോദിച്ചു. നടപ്പാക്കിയില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് അതിനകത്ത് പ്രത്യേകതയുള്ള കാര്യം. ഇത് നടപ്പാക്കുന്നതിൽ യൂണിയൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരാവകാശങ്ങളുണ്ട്. ലേബർ തൊഴിൽ വകുപ്പ് അങ്ങനെയാണ്, സംസ്ഥാനങ്ങൾക്കും അവകാശമുള്ളതാണ്. ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് നിയമസഭയിൽ. എന്നാൽ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ കോൺഗ്രസിന്റെ സിദ്ധരാമയ്യ ഗവൺമെന്റ് ഇത് നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് ഈ അനുഭവം അവരുടെ മുമ്പിലുള്ളപ്പോഴാണ് ശ്രീ VD സതീശനും ശ്രീ രാഹുൽ ഗാന്ധിയും എല്ലാം കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്നത്. തൊഴിലാളികളെ അടിമകളാക്കുന്ന BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായിട്ടുള്ള ഒരു നിയമം അത് നടപ്പാക്കില്ലെന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല ഇടതുപക്ഷം. അത് നടപ്പാക്കാൻ നടപടി സ്വീകരിക്കുന്ന കർണാടകയിലേതുപോലുള്ള ഗവൺമെന്റുകളെ തിരുത്താൻ തയ്യാറാകാതിരിക്കുന്ന കോൺഗ്രസ്സാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്.
പ്രതിപക്ഷ നേതാവ് അവതരണം കൊണ്ട് മാത്രമാണ് വീടുകൾ നിർമ്മിക്കുന്നത്. യൂത്ത് കോൺഗ്രസും നൽകാമെന്ന് പറഞ്ഞതിനേക്കാൾ വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിൽ ചില പാർട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചിലർ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. തൃണമൂൽ കോൺഗ്രസ് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ വരില്ല. KC വേണുഗോപാലിന്റെ വ്യാജ ആധാർ കാർഡ് ആരോപണം അത് CPMന്റെ രീതിയല്ല. വാചരേഖ നിർമ്മിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ കേട്ടിട്ടുണ്ട്. അത് ഇടത് രീതിയല്ലെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 10 വർഷം കൊണ്ട് സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിൽ അരാജകത്വവും തൊഴിൽ സ്തംഭനവും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കിയ ഇടതുപക്ഷ സർക്കാരിനെതിരെ തൊഴിലാളി സമൂഹം വിധിയെഴുതുമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം. 1957 EMS മന്ത്രിസഭ മുതൽ 2016 ഒന്നാം പിണറായി സർക്കാർ വരെയുള്ള 59 വർഷത്തെ ഭരണകാലയളവിൽ സംസ്ഥാനത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയിൽ നിന്ന് പിണറായി സർക്കാരിന്റെ 10 വർഷ ഭരണം കൊണ്ട് 5 കോടിയായി വർദ്ധിച്ചെന്നും തെന്നിലാപുരം പറഞ്ഞു. PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെയും നോക്കുകുത്തിയാക്കി പാർട്ടിക്കാരെ പിൻവാതിലൂടെ നിയമനങ്ങൾ നടത്തി തൊഴിൽ രഹിതരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും സലിം തെന്നിലാപുരം കുറ്റപ്പെടുത്തി. അതിശക്തമായ സമരം നടത്തിയതിന് ഫലമായി പിണറായി വിജയന് നിയമസഭയിൽ പാസാക്കിയ നിയമം കോൾഡ് സ്റ്റോറേജിൽ വെച്ച് നടപ്പിലാക്കാതിരിക്കാനുള്ള സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ് ഭാരതീയ മസൂർ സംഘം. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളുണ്ട്. കേരളത്തിലെ റോഡിൽ തെരുവിൽ വേഴാം മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ചുമട്ടുതൊഴിലാളികൾ. 2026 ഏപ്രിൽ 4-5 തീയതികളായി ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്ന പാലക്കാട് ഡിസ്ട്രിക്ട് ചുമട്ടു മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വിളംബര വാഹന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ ജനറൽ സെക്രട്ടറി R ഹരിദാസ്, ഭാരവാഹികളായ M ദണ്ഡപാണി, B ഗുരുവായൂർകുട്ടി, S രാജൻ, സുനിൽ മുളഞ്ഞൂർ, K മണികണ്ഠൻ, P രാജേഷ് കല്ലിപ്പാടം, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യരാജ്, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ, മേഖലാ പ്രസിഡന്റ് T നാരായണൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന സമാപന പൊതുയോഗം യൂണിയൻ പ്രസിഡന്റ് V മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇടത് സർക്കാരിന് കീഴിൽ SC/ST വിഭാഗങ്ങൾക്ക് ലഭിച്ചത് അവഗണനയും വഞ്ചനയും മാത്രമാണെന്ന് അംബേദ്കർ റൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനകത്ത് SC/ST ഫണ്ട് 7411 കോടി പാഴാക്കിയ സർക്കാരാണ് കേരളം ഭരിച്ചതെന്നും തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്നും ADF ജനറൽ കൺവീനർ M ഗീതാനന്ദൻ. വികസന പദ്ധതികൾ കാണിച്ച് തുടർഭരണം അവകാശപ്പെടുന്ന LDF അടിസ്ഥാന വിഭാഗങ്ങളെ തീർത്തും അവഗണിച്ച വർഷങ്ങളാണ് കടന്നുപോയതെന്നും ADF നേതാക്കൾ പറഞ്ഞു. LDFന് തുടർഭരണം ലഭിച്ചാൽ വിപത്തായി മാറുമെന്നും ADF ജനറൽ കൺവീനർ M ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന സംവിധാനങ്ങളെ തീർത്തും ഇല്ലാതാക്കുന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചത്. വികസന പദ്ധതികൾ കാണിച്ച് തുടർഭരണം അവകാശപ്പെടുന്ന LDF അടിസ്ഥാന വിഭാഗങ്ങളെ തീർത്തും അവഗണിച്ച വർഷങ്ങളാണ് കടന്നുപോയത്. വൻ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ല അടിസ്ഥാന വിഭാഗമെന്നതാണ് ഖേദകരം. കേരളത്തിന്റെ വാർഷിക ബജറ്റ് വികസിച്ചുവെങ്കിലും SC/ST വിഭാഗത്തിനായി ചെലവഴിക്കുന്ന തുകയിൽ 1 രൂപ പോലും വർദ്ധിച്ചിട്ടില്ല. വ്യാവസായികമായിട്ടോ വാണിജ്യപരമായിട്ടോ മുന്നേറ്റമില്ലാത്ത അടിസ്ഥാന വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിലുണ്ടായത്. SC/ST വിഭാഗങ്ങളും മറ്റ് അടിസ്ഥാന വിഭാഗങ്ങളും അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി നീതി തേടുന്നവർക്ക് മുന്നിൽ വാതിലടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഈ ഗ്രാന്റ് ലഭിക്കാത്തതുമൂലം 150 കുട്ടികൾക്ക് പഠനം നിർത്തേണ്ടി വന്നു. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും കിട്ടാത്ത സ്ഥിതിയാണ് കേരളത്തിലുണ്ടായത്. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നപരിഹാരത്തിനായി ADF മുന്നണികൾക്ക് മാനിഫെസ്റ്റോ സമർപ്പിച്ചെങ്കിലും മാനിഫെസ്റ്റോ നടപ്പാക്കാൻ തീരുമാനിച്ചത് UDF ആണ്. ഇതുകൊണ്ടാണ് ADF UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്നും ഗീതാനന്ദൻ പറഞ്ഞു. ഈ തർക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമീപനം അവരുടെ വലിയ ഒരു വികസനത്തെ മുൻനിർത്തിയാണ് ഒരു 3ാം ഊഴത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തെ തന്നെയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗങ്ങളിലും ഭയപ്പെടുന്നത്. വലിയ വികസന പദ്ധതികൾ കേരളത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. പിണറായി സർക്കാരിൻ്റെ ഒരു പ്രത്യേകത ബിഗ് പ്രോജക്റ്റ്, കോർപ്പറേറ്റ് പ്രോജക്റ്റുകളായ വിഴിഞ്ഞം പദ്ധതിയും സിൽവർ ലൈൻ വന്നില്ല, അതിനുവേണ്ടി അവർ ചാമ്പ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുരങ്കപാത വയനാട്ടിൽ വന്നു കഴിഞ്ഞു. അതുപോലുള്ള ഇപ്പോൾ ഹൈവേ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റ് ആണെങ്കിലും അതിനോടൊപ്പമാണ് സംസ്ഥാന ഗവൺമെൻറ് സഞ്ചരിക്കുന്നത്. ഇതുകൂടാതെ കിഫ്ബിയുമായി റിലേറ്റ് ചെയ്ത നിരവധി പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ ഇത്തരം പദ്ധതികളെയാണ് പിണറായി സർക്കാർ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇതിൽ തന്നെയാണ് കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ
ഏറെ ഭയപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത്. വികസനത്തെ സാമാന്യന ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. വികസനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വികസനത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അതിന്റെ പങ്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടണം. സാമ്പത്തിക ശാസ്ത്രന്മാർക്ക് അത് ട്രിക്കിൾ ചെയ്ത് അവസാനത്തെ കണ്ണിയിലും എത്തുമ്പോൾ മാത്രമാണ് അതിന്റെ ഗുണഭോക്താക്കളായി അവർ മാറുക. അപ്പോഴാണ് വികസനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് അമർത്യാസനൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് വികസനം പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുഭവവേദ്യമല്ല. അവർ കാഴ്ചക്കാർ മാത്രം. അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാതരം സോഷ്യൽ മൂവ്മെന്റുകൾക്കും എതിരെ കഥ അടച്ചിട്ടുണ്ട്. ഞാനൊക്കെ 30 വർഷമായിട്ട് സാമൂഹ്യ രംഗത്തുള്ളതാണ്. ചെയ്യുന്നത് ഒരാളെപ്പോലും ഒരു ചർച്ചയ്ക്കും എതിരെ വിളിച്ചിട്ടില്ല. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യാൽ, ഏകതാ പരിഷത്ത് ഭാരവാഹി അനിൽകുമാർ, SC/ST ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതി പ്രസിഡന്റ് തൃത്താല രാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രചരണത്തെ തടഞ്ഞതിൽ ഇലക്ഷൻ കമ്മീഷനും BJP ദേശീയ നേതൃത്വവും മറുപടി പറയണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥിയെ തടഞ്ഞത് ജനം ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്ര സഞ്ചാരം ഭരണഘടനാ അവകാശമാണ്. തോൽവി ഭയന്നാണ് BJP UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞത്. BJPയുടെ കണക്കുകൂട്ടലുകൾ പാലക്കാട് നടക്കില്ല. സ്ഥാനാർത്ഥിയെ തടഞ്ഞ് ജനം ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. പാലക്കാട് UDF സ്ഥാനാർത്ഥിയെ BJPക്കാർ തടഞ്ഞതിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തടഞ്ഞത് CPM ആണ്. പ്രചരണ ബോർഡുകൾ വയ്ക്കാൻ പോലും ഇവിടെ സമ്മതിക്കുന്നില്ല. പയ്യന്നൂരിൽ UDF എല്ലാ കാലത്തും വിജയിച്ച മണ്ഡലമല്ല. സത്യം പറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞികൃഷ്ണനെ CPM നിന്ന് പുറത്താക്കി. നല്ല CPMക്കാർ കുഞ്ഞികൃഷ്ണനൊപ്പമാണെന്നും പയ്യന്നൂരിൽ പരാജയഭീതി മണത്തറിഞ്ഞതിനെ തുടർന്നാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാണമെന്നും ഇത് അന്വേഷിക്കണം. ശബരിമല സ്വർണം കൊള്ളയടിച്ചവർക്ക് കൂട്ടുനിന്ന സർക്കാരാണ് LDFൻ്റേത്. എല്ലാ മതങ്ങളുടെയും വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം. ഇതിന് UDF പ്രതിജ്ഞാബദ്ധമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കൃത്യമായിട്ടും ഏപ്രിൽ മാസം 9-ാം തീയതി പാലക്കാട്ടെ ജനങ്ങൾ വളരെ ഉത്ബുദ്ധരായ ജനങ്ങളാണ്. എല്ലാത്തിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കി വിലയിരുത്തി പ്രതികരിക്കുന്ന ജനങ്ങളാണ്. അവർ 9-ാം തീയതി പ്രതികരിക്കും. അത് നമുക്ക് കാണാം. ഇദ്ദേഹത്തെ ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികളെ വോട്ട് ചോദിക്കാൻ തടയാൻ ആർക്കും അവകാശമില്ല. തിരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് അത് അങ്ങേയറ്റത്തെ കുറ്റകരമായ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ കാര്യം നോക്കേണ്ടത്. സ്ഥാനാർത്ഥികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും തടയാൻ പോയാൽ പിന്നെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? BJP സ്ഥാനാർത്ഥി ആർക്കെങ്കിലും തടഞ്ഞൂടെ? പക്ഷേ ഞങ്ങളുടെ പരിപാടി തടയലല്ല. BJP സ്ഥാനാർത്ഥി എവിടെ പോകണമെങ്കിലും പോട്ടെ, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ല, മുഖ്യമന്ത്രി അത് പറയാനെന്താ കാര്യത്തിൽ എനിക്കറിയില്ല. എന്തായാലും അവർക്ക് നിരാശയാണ് BJPക്കാർക്ക്. ഒരു സീറ്റും ജയിക്കാൻ പോകുന്നില്ല. ആ ജയിക്കാൻ പോകാത്തതിൻ്റെ പ്രയാസം ഇങ്ങനെ സ്ഥാനാർത്ഥിയെ തടഞ്ഞു നിർത്തിയാൽ ജനങ്ങൾ അത് വിലയിരുത്തി തക്ക മറുപടി കൊടുക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരാണ് മറുപടി പറയേണ്ടത്. സ്ഥാനാർത്ഥികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയണം അതിനകത്ത്. അങ്ങനെ തടഞ്ഞവർക്കെതിരെ എന്ത് നടപടിയാണ് അവർ സ്വീകരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF അധികാരത്തിൽ വന്നാൽ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുകയും കർഷക രക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ചിറ്റൂരിൽ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊഴിഞ്ഞാമ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നത് UDFന്റെ 6ാമത്തെ ഗ്യാരണ്ടിയാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുന്ന വിവിധ പദ്ധതികൾ UDF നടപ്പിലാക്കും. കഴിഞ്ഞ 10 വർഷമായി സ്വന്തം വികസനമല്ലാതെ നാടിന് ഗുണമുള്ള ഒരു വികസനവും LDF കൊണ്ടുവന്നിട്ടില്ല. LDF കൊട്ടിയാഘോഷിക്കുന്ന വിഴിഞ്ഞം മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. വികസനം പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പരസ്യ സംവാദത്തിൽ നിന്നും മുഖ്യമന്ത്രി ഒളിച്ചോടിയത്. ഓരോ വിദേശ യാത്രയിലും എന്തൊക്കെയോ വരുമെന്ന് പറഞ്ഞവർ എന്തൊക്കെ വന്നു എന്ന് പറയണം. കേരളത്തിൻ്റെ പൊതുകടം 6 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയാണ് LDF കേരളത്തിന് സംഭാവന ചെയ്തത്. കേരളത്തിലെ എല്ലാ മേഖലയും ജീർണിച്ചു. വിശ്വാസികൾ ഉൾപ്പെടെ ചൂഷണം ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്തു. നടപ്പിലാകാത്ത ഒരു വാഗ്ദാനം UDF മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്നതോറും ആ കാറ്റ് ശക്തിപ്പെട്ട് വന്നു. ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ആഞ്ഞടിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗം വരുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പാലക്കാടേക്ക് വരുമ്പോൾ
ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയായിരുന്നു? പണ്ട് 10 കൊല്ലക്കാലം ഒരു മന്ത്രിയെ കിട്ടിയ നാടാണിത്. 5 കൊല്ലം. ഞാൻ കഴിഞ്ഞ തൊട്ടടുത്ത മീറ്റിംഗിൽ നെന്മാറയിൽ അവിടുത്തെ കൃഷിക്കാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കൃഷി? തനിക ജലം അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ, മാർക്സിസ്റ്റ് കൂട്ടായ്മ നേതാവ് എ സതീഷ്, സമാജ്വാദി പാർട്ടി ദേശീയ നേതാവ് ആർ എസ് പ്രഭാത്, UDF നേതാക്കളായ പി രാജമാണിക്യം, ആർ സദാനന്ദൻ, PS ശിവദാസ്, ഉബൈദ്, കൃഷ്ണലീല, റാഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വടക്കാഞ്ചേരി 1-ാം കല്ല് ഉദയനഗറിൽ മുള്ളൻ പന്നിയെ കൊന്ന് ഇറച്ചിയാക്കാൻ ശ്രമിച്ച 3 പേരെ ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുമരനെല്ലൂർ സ്വദേശികളായ ഗിരീഷ് മോഹനൻ, ചിറ്റണ്ട മണി എന്നിവരെയാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 8 കിലോ തൂക്കം വരുന്ന മുള്ളൻ പന്നിയാണ് ഇവർ വേട്ടയാടിയത്. 10ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോങ്ങാട് പഞ്ചായത്തിലും കാരാകുർശി പഞ്ചായത്തിലും തുളസി ടീച്ചർ 2ാം ഘട്ട പര്യടനം നടത്തി. സ്വീകരണ യോഗങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകർ ടീച്ചറെ സ്വീകരിച്ചു. യോഗത്തിൽ DCC സെക്രട്ടറി CN ശിവദാസൻ, TV രാമദാസ്, TV മുരളീകൃഷ്ണൻ, UJ ഹരിഗോവിന്ദൻ, CY നസീർ, KC രതീഷ്, KK ഷെഫീഖ്, ബഷീർ കഞ്ഞിച്ചാലിൽ, രവി വാഴപ്പുറം, അബ്ദുൽ ഖാദർ പൊന്നംകോട്, CB ഹംസ, ശോഭ വാസുദേവൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. NDA ഷൊർണൂർ മണ്ഡലം മഹിളാ കൺവെൻഷൻ വാണിയംകുളത്ത് സംഘടിപ്പിച്ചു. സുപ്രസിദ്ധ സിനിമാ താരവും നർത്തകിയുമായ അഖില ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയ സുഹൃത്തുക്കൂടെ ആയിട്ടുള്ള ശ്രീ ശങ്കുട്ടിദാസിന് വേണ്ടിയിട്ട് വരാൻ സാധിച്ചതിൽ ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത് ഭാരതത്തിന്റെ തന്നെ ഒരു ഫ്യൂച്ചറിനെ, ഒരു ഭാവിയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ വളരെ അനിവാര്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയത്തിലെ ഒരു ഡിസ്കോഴ്സ്, രാഷ്ട്രീയത്തിലെ ഒരു വഴി എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതാണ് ശരിക്കും ഭാരതത്തിന്റെ ഒരു ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്, നാരി എന്ന് പറയുന്നത്, സ്ത്രീകൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് രാഷ്ട്രീയത്തിന്റെ ഒരു വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിശബ്ദമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. പലപ്പോഴും ഒരു നിഴൽ മാത്രമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അത് പൊതുവിൽ അങ്ങനെയാണെന്നല്ല, എക്സെപ്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ ഒരു പ്രോഗ്രാമിന് ഞാൻ പോയ സമയത്ത് ഇതേപോലെ തന്നെ എനിക്ക് വളരെ എന്താ പറയുക പ്രിയപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. ഇങ്ങനെ ഒരു മഹിളാ സംഗമം ഉണ്ടാവുക എന്നുള്ളത്, ഒരുപാട് സ്ത്രീകൾ ഒത്തുചേരുന്ന ഇങ്ങനത്തെ വേദികളിൽ, ഇങ്ങനത്തെ സദസ്സുകളിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന. സംഘടനാ ജില്ലാ സെക്രട്ടറി സുമാ ബാബു അധ്യക്ഷത വഹിച്ചു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ഷൊർണൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, രുക്മിണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. നിഷ ശശികുമാർ സ്വാഗതവും ചെർപ്പളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സ്മിത നന്ദിയും പറഞ്ഞു. KR അശ്വതി അവതരിപ്പിച്ച വന്ദേ മാതരത്തോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. മുതൽ 3 പ്രതിനിധികൾ ഈ ഷൊർണൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. 5 വർഷം വീതം ഭരിച്ചിട്ടുള്ള അവരുടെ ഇന്നു ഭാഗത്ത് ഷൊർണൂർ മണ്ഡലത്തിന്റെ വികസന സാധ്യതകളെ ശരിയാവണ്ണം പരിഗണിച്ചുകൊണ്ട് അവയെ നിലനിർത്താനോ പരിപോഷിപ്പിക്കാനോ ഷൊർണൂർ മണ്ഡലത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സാധ്യതകളെ സംസ്ഥാനത്ത് തന്നെ എടുത്തുയർത്താനോ വേണ്ടതായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ ഷൊർണൂരിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രപ്പോസലോ പ്രോജക്ട് റിപ്പോർട്ടോ സമർപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ വലിയ വികസന സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഷൊർണൂർ. നമുക്കറിയാം, സദേൺ റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂരിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. 90,000 ആളുകൾ ഓരോ ദിവസവും വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അത്രയേറെ യാത്രികർ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ്. എന്നാൽ അതിന് ആനുപാതികമായിട്ട് ഷൊർണൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല.
ദീർഘദൂര ട്രെയിനുകൾ ഷൊർണൂരിൽ നിർത്താത്ത പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ പോലത്തെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ്, നല്ല ആശുപത്രികളില്ലാത്ത സ്ഥലമാണ് ഷൊർണൂർ. ഇപ്പോഴും കിടത്തി ചികിത്സിക്കണമെങ്കിൽ ഒറ്റപ്പാലത്തേക്കോ പാലക്കാട്ടേക്കോ പോകേണ്ട സ്ഥിതിയാണ്. റെയിൽവേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആവശ്യം എത്രയോ കാലമായിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. നിലമ്പൂർ നഞ്ചങ്കോട് പാത ഷൊർണൂർ റെയിൽവേ വികസനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ വേണ്ടിയിട്ട് സംസ്ഥാനത്ത് ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കേന്ദ്രത്തിന്റെ ഇടപെടൽ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദൈവാലയത്തിൽ പെസഹ ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് റവറന്റ് ഫാദർ ഷിജൂർ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ഇന്നേരവും ഭക്തിനിർഭരമായ കാൽകഴുകൽ ശുശ്രൂഷ, പരിശുദ്ധ കുർബാനയുടെ ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടന്നു. വൈകിട്ട് കുടുംബ യൂണിറ്റുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടക്കും. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് 7 മണിക്ക് ദുഃഖവെള്ളിയുടെ തിരുകർമ്മങ്ങളും വൈകിട്ട് 4 മണിക്ക് പരിഹാര പ്രദക്ഷിണവും നഗരിക്കാണിക്കലും ദുഃഖവെള്ളിയുടെ സന്ദേശവും നൽകും. നിരവധി വിശ്വാസികൾ രാവിലെ തന്നെ പള്ളിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അവസാനവട്ട മിനുക്കുപണിയിൽ വടനംകുറിശി റെയിൽവേ മേൽപ്പാലം. ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല പാലം തുറന്നുകൊടുക്കാൻ. വ്യാഴാഴ്ച അല്പനേരം പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നുപോയത് ആശ്വാസമുളവാകുന്നു. അവസാന മിനുക്കുപണിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വാടനാംകുറിശി റെയിൽവേ മേൽപ്പാലം. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന്റെ താൽപര്യപ്രകാരം കൊണ്ടുവന്ന റെയിൽവേ പാലം ഇനി തുറന്നുകൊടുക്കാൻ അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല. ഇതിനിടെ വ്യാഴാഴ്ച അല്പനേരം പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നുപോയത് ജനങ്ങളിൽ ഏറെ ആശ്വാസമുളവാക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലും ഇത് വൈറലായി. അപ്രോച്ച് റോഡിലെ ടാറി നടക്കുമ്പോൾ കുറേ ദൂരം വാഹനങ്ങളുടെ നീണ്ട നിര വന്ന സാഹചര്യത്തിൽ പാലത്തിന് മുകളിലൂടെ കുറച്ചുനേരം വാഹനങ്ങളെ കടത്തിവിട്ടതാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം. 7.5 മീറ്റർ വീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. 1.5 മീറ്റർ നടപ്പാതയുമുണ്ട്. പെയിന്റിംഗ് വർക്കുകളും ലൈറ്റിംഗ് ഫിറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. ഒരു വശത്ത് 100 മീറ്റർ നീളത്തിലാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം. മറ്റൊരു വശത്ത് അപ്രോച്ച് റോഡിന് 130 മീറ്റർ നീളമുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ അവസാനവട്ട മിനുക്കുപണിയിലാണ് ഇപ്പോൾ റെയിൽവേ മേൽപ്പാലം. പട്ടാമ്പി MLAയുടെ ഒട്ടേറെ പദ്ധതികളിൽ ഒന്നാണ് ഇനി അധികം വൈകാതെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടിംഗ് സാമഗ്രികൾ നൽകുന്നതിനും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസുകൾ നടന്നുവരുന്നതായും എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണെന്നും ട്രെയിനിംഗ് ഓഫീസർ അൻസാദ് എസ് പറഞ്ഞു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനകൾ നടന്നു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 218 ബൂത്തുകളാണ് ആകെയുള്ളത്. ഓരോ ബൂത്തുകൾക്കും 4 ഉദ്യോഗസ്ഥന്മാരാണ് പോകുന്നത്. ഇതിനോടൊപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകും. ഇവർക്ക് വേണ്ട പരിശീലനങ്ങൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. അവസാനഘട്ട പരിശീലനം 4-ാം തീയതിയാണ് സ്കൂളിൽ നടക്കുന്നത്. തുടർന്ന് 8-ാം തീയതി രാവിലെ എല്ലാ ബൂത്തുകളിലേക്കും ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രവും മറ്റ് സാമഗ്രികളും കൊണ്ടുപോകും. 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ തിരിച്ച് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചതിന് ശേഷം അന്നു തന്നെ രാത്രി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ് മുറികളിൽ കേന്ദ്രസേനയും പോലീസും സംയുക്തമായി കൊണ്ടുപോയി സീൽ ചെയ്യും. ഇതിന്റെ ഭാഗമായി ചെറുതുരുത്തി സ്കൂൾ പരിസരവും പോലീസും കേന്ദ്രസേനയുടെയും CCTVയുടെയും നിരീക്ഷണത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വോട്ടർ ബോധവൽക്കരണത്തിന് മ്യൂസിക് വീഡിയോ. ഗായിക തൃശൂർ ജില്ലാ കളക്ടർ. വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം സ്വീപ് പ്രചരണ പരിപാടികൾ ശക്തമാകുമ്പോൾ കുട്ടിക്കാലം മുതൽ സംഗീതം പഠിച്ച ജില്ലാ കളക്ടറുടെ ആലാപന ശൈലിയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്വീപ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പാടിയ സ്വീപ് സോങ് വീഡിയോ ജനപ്രിയമാകുന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്വീപ് സോങ്ങിന്റെ പ്രകാശനം അസിസ്റ്റന്റ് കളക്ടറും സ്വീപിന്റെ നോഡൽ ഓഫീസറുമായ സ്വാതി മോഹൻ റത്തോഡും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് R മനോജും ചേർന്ന് നിർവഹിച്ചു. തൃശൂരിലെ പൊതുജനങ്ങളെ വോട്ട് ചെയ്യാൻ ക്ഷണിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതിയത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധനാണ്. തൃശൂരിന്റെ തനിമയും പൈതൃകവും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ചെറുതുരുത്തി കഥകളി സ്കൂളിലെ ക്രിയേറ്റീവ് ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെയും ഡയറക്ടർ വിനു V ദേവന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ചെറുതുരുത്തി ഭാഗങ്ങളിൽ ഗാനത്തിന്റെ ചിത്രീകരണം ചിട്ടപ്പെടുത്തലും നിർവഹിച്ചിരിക്കുന്നത്. വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം സ്വീപ്പ് പ്രചരണ പരിപാടികൾ ശക്തമാകുമ്പോൾ കുട്ടിക്കാലം മുതൽ സംഗീതം പഠിച്ച ജില്ലാ കളക്ടറുടെ ആലാപന ശൈലിയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. സ്വീപ് സോങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറെയും ജില്ലാ കളക്ടർ പ്രത്യേകം അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. സ്വീപിന്റെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബിനി സെബാസ്റ്റ്യൻ, കഥകളി സ്കൂളിൽ നിന്നുള്ള അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാറ്റുലി.
ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 100 സീറ്റ് കിട്ടില്ലെന്നും എന്നാൽ 80 സീറ്റ് വരെ നേടിയേക്കാമെന്നും BJPക്ക് 2 സീറ്റ് ലഭിച്ചേക്കാമെന്നും ഒരു പ്രമുഖ പത്രം സംഘടിപ്പിച്ച ചർച്ചയിൽ വിദഗ്ധർ പറയുന്നു. എന്നാൽ മുൻകാലങ്ങളിലുള്ളതുപോലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം പ്രത്യക്ഷത്തിൽ പ്രകടവുമല്ല. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോഴും സർവേകളൊക്കെ പറയുന്ന പോലെ നടക്കാറില്ല. എന്നാലും ചിലപ്പം പല നമ്മളിപ്പോൾ ആവറേജ് ആണല്ലോ നോക്കുന്നത്, ആവറേജൊക്കെ എടുത്ത് നോക്കും. പക്ഷേ ഇലക്ഷൻ ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് നോക്കുമ്പോൾ ഭരണവികാരത്തിന് ഒരു വഴി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം കാലത്തിന് അനുയോജ്യമായ പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇലക്ഷൻ എന്ന് പറയുമ്പം ഈ മൂല്യവ്യക്തമായ വോട്ടർമാർക്ക് ഇതൊക്കെയാണ് നോക്കേണ്ടത്. ജാതിയും മതവും അല്ലെങ്കിൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ജാതിയും മതവും അല്ലെങ്കിൽ ചില നുണകളും ഇതൊക്കെ കേട്ട് തന്നെ നമ്മൾ വോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ മോശം. നമ്മൾ ആക്ച്വൽ ഗ്രൗണ്ടിൽ എന്താണോ നടക്കുന്നത്, ഓൺ ഗ്രൗണ്ടിൽ ഗ്രാസ് റൂട്ടിൽ എന്താണോ നടക്കുന്നത് അത് നോക്കിയാലേ നമുക്കറിയാം. അത് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ അവസ്ഥയും ഇന്ത്യയിലെ മറ്റ് സമാന സംസ്ഥാനങ്ങളായിട്ട് വികസനമൊക്കെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത വികസനമാണ്. അതുകൊണ്ട് വികസനത്തിന് വോട്ട് ചെയ്താൽ ഗവൺമെൻറ് വീണ്ടും വരുന്നതിന് കൂടെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ കോൺഫിഡൻസോട് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ ലേബർ കോഡ് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നും ഇത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞത് കേരളമാണെന്നും MA ബേബി. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം നടത്താൻ കഴിഞ്ഞതായും ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും CPIM അഖിലേന്ത്യാ സെക്രട്ടറി. വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടതെന്നും വനിതാ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും വനിതാ പാർട്ടി പ്രസിഡന്റിനെ കുറിച്ചും ചർച്ച ചെയ്യണമെന്നും ഇങ്ങനെയാണ് സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതെന്നും MA ബേബി. 10 വർഷം കൊണ്ട് സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിൽ അരാജകത്വവും തൊഴിൽ സ്തംഭനവും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കിയ ഇടതുപക്ഷ സർക്കാരിനെതിരെ തൊഴിലാളി സമൂഹം വിധിയെഴുതുമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം. 1957 EMS മന്ത്രിസഭ മുതൽ 2016 ഒന്നാം പിണറായി സർക്കാർ വരെയുള്ള 59 വർഷത്തെ ഭരണകാലയളവിൽ സംസ്ഥാനത്തിന്റെ പൊതു കടം 1.5 ലക്ഷം കോടിയിൽ നിന്ന് 5 കോടിയായി വർദ്ധിച്ചെന്നും തെന്നിലാപുരം. PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെയും നോക്കുകുത്തിയാക്കി പാർട്ടിക്കാരെ പിൻവാതിലൂടെ നിയമനങ്ങൾ നടത്തി തൊഴിൽ രഹിതരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും BMS ജില്ലാ പ്രസിഡന്റ്. ഇടത് സർക്കാരിന് കീഴിൽ SC/ST വിഭാഗങ്ങൾക്ക് ലഭിച്ചത് അവഗണനയും വഞ്ചനയും മാത്രമാണെന്ന് അംബേദ്കർ റൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനകത്ത് SC/ST ഫണ്ട് 7411 കോടി പാഴാക്കിയ സർക്കാരാണ് കേരളം ഭരിച്ചതെന്നും തിരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്നും ADF ജനറൽ കൺവീനർ M ഗീതാനന്ദൻ. വികസന പദ്ധതികൾ കാണിച്ച തുടർഭരണം അവകാശപ്പെടുന്ന LDF അടിസ്ഥാന വിഭാഗങ്ങളെ തീർത്തും അവഗണിച്ച വർഷങ്ങളാണ് കടന്നുപോയതെന്നും അംബേദ്കർ റൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രചരണത്തെ തടഞ്ഞതിൽ ഇലക്ഷൻ കമ്മീഷനും BJP ദേശീയ നേതൃത്വവും മറുപടി പറയണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥിയെ തടഞ്ഞത് ജനം ചർച്ച ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നും KC വേണുഗോപാൽ. UDF അധികാരത്തിൽ വന്നാൽ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നും കർഷക രക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും വേണുഗോപാൽ. തൃശൂർ വടക്കാഞ്ചേരി ഒന്നാംകല്ല് ഉദയനഗറിൽ മുള്ളൻ പന്നിയെ കൊന്ന് ഇറച്ചിയാക്കാൻ ശ്രമിച്ച 3 പേരെ ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുമരനെല്ലൂർ സ്വദേശികളായ 3 പേരാണ് ഫോറസ്റ്റ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതികൾ കുടുങ്ങിയത് വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.